അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മളിന്ന് എവിടെ നിൽക്കുന്ന വെച്ചാല് നമ്മുടെ പാലക്കാട് ഉഷാറ്. ഇന്ന് നമ്മൾ പാലക്കാട്ടേക്കുള്ളൊരു യാത്ര കേട്ടോ. മനോജേട്ടൻ വന്നിട്ടുണ്ട്. ഹായ് മനോജേട്ടാ. ഇപ്പൊ നമ്മളുള്ളത് പട്ടാമ്പിയാണ് കേട്ടോ. എന്താ നമ്മുടെ അടുത്തിരിക്കുന്ന ഈ വ്യക്തി മനോജ് കരോളിന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു സ്ഥലം എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? പട്ടാമ്പിക്കാരെന്തായാലും മറക്കില്ല. നമ്മുടെ സുജിത് ഭക്തൻ വന്നിട്ട് കുറച്ച് വിവാദങ്ങളായില്ലേ, ഈ റോഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലമാണിത്. ഇതിൽ കൂടെ സത്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ഒരു ഫീല് വരും. എങ്കിലും ഇപ്പോ പണിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം ഇവിടെ പാസ് ചെയ്യാം. നേരെ വന്നോ? ഉഷാറ്. മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വേറൊരു സ്ഥലത്ത് പോകാണ്ട്. നമ്മുടെ ഇവിടുന്ന് നേരെ പാലക്കാട് ലുലുവിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ലുലുവിന്റെ അങ്ങോട്ട് പോവാണ്. കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലുലു ഉള്ളത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ലുലു മാൾ. ഓക്കെ, അതെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ലുലുവിന്റെ ഉള്ളിലാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലാണ് ഞാനുള്ളത്. നമ്മുടെ കേരളത്തിലെ 3ാമത്തെ ലുലു ആണ്. അതും നമ്മുടെ പാലക്കാടിന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു ഹൈപ്പറും നമ്മളിവിടെ ഉള്ള കുറെ സ്റ്റോറുകളും എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. നമുക്ക് ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കയറിയിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് കയറി കണ്ട് നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമ്മൾ പാലക്കാടത്തെ ലുലു എന്നുള്ളത് നമുക്ക് നോക്കിയാക്കാം. ശരി, അപ്പൊ നമ്മള് ലുലുവിന്റെ അകത്ത് ഇപ്പൊ ഏകദേശം നമ്മൾ ഫ്രഷ് ഐറ്റംസ്, നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണെങ്കിലും വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയില്ല. അതിന് മുന്നേ നമ്മൾ ഒരു സംഭവം കാണിച്ചു തരാം. ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസും വന്നുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് അതും വരും ദിവസങ്ങളിൽ ന്യൂ ഇയറിനും ക്രിസ്മസിന്റെ ഒക്കെ ആഘോഷങ്ങൾ നമ്മളെല്ലാവരും ഇപ്പൊ സ്റ്റാർട്ടായി. എല്ലാവരും ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറെ കേക്കിന്റെ, അതായത് പ്ലം കേക്ക്, ന്യൂ ഇയറിന് അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയുള്ള നല്ല അടിപൊളി പ്ലം കേക്കിന്റെ വൈൻ്റെ ഒക്കെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന സമൂസ, റെഡിമെയ്ഡ് ആയിട്ടുള്ള സമൂസ, അങ്ങനെയുള്ള കുറേ ഐറ്റംസിന്റെ വലിയൊരു സെക്ഷൻ തന്നെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ കഴിയും ഇവിടെ ഉണ്ടോ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. ഇവിടെ ആപ്പിള്, അങ്ങനെ ആപ്പിളിലൊക്കെ വെറൈറ്റി കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പ്രൈസ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല തോന്നുന്നുണ്ട്. ഇതാ ഈ ഒരു ഏരിയ മുഴുവൻ ഫ്രൂട്ടാണ്. ഫ്രൂട്ടിന്റെ പല തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട ഇപ്പുറം സൈഡിൽ അനാറ്, നമ്മളെന്താ പറയാ, അനാറ്, അതേമാതിരി തന്നെ ഓറഞ്ച്, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് വീണ്ടും നമ്മളെ ഫ്രൂട്ടിന്റെ തന്നെ ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് പൈനാപ്പിള്, പപ്പായ, പേരയ്ക്ക, പിന്നെന്താ പറയാ, കുറെ ഐറ്റംസ്. ഇതൊക്കെ എന്താ തന്നെ നോക്കി വെക്കുന്നത് ഞാൻ തൊടുന്നില്ല, കാരണം അവർ അത്രയും അറേഞ്ച് ചെയ്തിട്ട് നാളെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ തൊട്ടിട്ട് നാശാക്കുന്നില്ല. ഇതിൻ്റെതാ ഇവിടെ നോക്കി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇതേമാതിരി അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ ഫ്രൂട്ടുകൾ, കുറേ നമുക്ക് പേരറിയാത്ത കുറേ സാധനങ്ങളിവിടെ, വെജിറ്റബിൾസ്, പച്ചക്കറിയുടെ ഒരു സെക്ഷനാണ്. ഈ സെക്ഷനിൽ ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഉള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഉരുളൻകിഴങ്ങ്,
അങ്ങനെ KG ആക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുള്ള കുറെ സംഭവങ്ങളാണ് ഈ സൈഡിലുള്ളത് കേട്ടോ. ഇത് ഇപ്പുറത്ത് ഇതാ പയറൊക്കെ നമ്മുടെ നാടൻ പയർ, അതേമാതിരി കുറെ ഐറ്റം നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലുലുവിന്റെ ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ഇതേമാതിരി ഭയങ്കര ഡീസന്റ് ആയിട്ട് നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വെജിറ്റബിൾ ആണെങ്കിലും എന്തൊരു ഫ്രൂട്ട് ആണെങ്കിലും നമുക്ക് എടുത്ത് വാങ്ങി കഴിക്കാൻ തോന്നുന്ന തരത്തിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അത് ആ ഒരു സംഭവം ഇവിടെ നോ കോംപ്രമൈസ് ആണ്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു അഴുക്ക് പോലും അല്ലെങ്കിൽ ഒരു സംഭവം പോലും ലുലുവിന്റെ ഒരു സ്ഥാപനത്തിൽ പോയാലും നമുക്ക് കാണാൻ കഴിയില്ല. അതേമാതിരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതൊക്കെ നോക്കി നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കൊണ്ടോ ഇല്ലേ? നമുക്ക് ഈ സംഭവം കണ്ടാൽ തന്നെ വാങ്ങിക്കൊണ്ടാന്ന് തോന്നില്ലേ? ലുലുവിൽ എവിടെ പോയാലും അല്ലേ? അതാണ് ആ അടുക്കി വെച്ചിരിക്കുന്ന രീതികൾ അതൊരു സെറ്റാണ്. ഞാൻ അതെ അതെ എല്ലാ വെജിറ്റബിൾസ് അതെ 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 എല്ലാം ഇപ്പൊ നമുക്ക് നമ്മളെ നാട്ടിൽ ഇപ്പൊ കിട്ടാത്തൊരു സാധനമാണ് ഇത്. ധൈര്യമായിട്ട് എടുക്കാൻ തോന്നുന്നു. മഞ്ഞള് അതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം കേട്ടോ. കുറേ ടോയ്സുകളുടെ വലിയ കളക്ഷൻ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ കണ്ട. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ബാഗുകൾ, അതായത് ഷോൾഡർ ബാഗ്, വൺ സൈഡ് ബാഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേഡീസിന് വന്നു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. ആദ്യാദ്യ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒക്കെ ഉണ്ട്. ഓരോരോ കമ്പനികളുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല, ടൈമില്ല. അതുകൊണ്ട് വലിയ വലിയ കമ്പനികളുടെ ഒക്കെ ബ്രാൻഡുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറെ നല്ല നല്ല ബ്രാൻഡുകളുടെ കുറെ പുതിയ പുതിയ കളക്ഷൻസും എല്ലാ സംഭവങ്ങളും ഈ ഒരു ഏരിയ. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നില്ല, ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ വലിയ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു തുറന്നു വെക്കാൻ പോവാണ് കേട്ടോ. നമ്മളെ പാലക്കാടിന്റെ സ്വന്തം ലുലു. ഇഷ്ടംപോലെ ഓഫറുകളുണ്ട് കേട്ടോ. ഓഫറുകളൊക്കെ വരാൻ കിടക്കുന്ന രക്ഷയില്ല കേട്ടോ ബ്രോ. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ തന്നെ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വുമൺസ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് വുമൺസിന് വേണ്ടിയുള്ള. അതേമാതിരി തൊട്ടപ്പുറത്ത് തന്നെ ഹൈസ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ണാടയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സൺഗ്ലാസോ അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സെറ്റപ്പ് ഇതാ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാച്ചുകൾ ട്രെൻഡാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നില്ലേ, ഇതൊക്കെ ഓരോരോ കമ്പനികളുടെ ടൈറ്റാൻ, ടൈമെക്സ് എന്ന് പറഞ്ഞ കമ്പനികളുടെ പല കമ്പനികളുടെ ഒക്കെ വാച്ചുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ബില്ലിംഗ് സെക്ഷനാണ് കേട്ടോ. അതിൽ കയറുക, ഇതിലേക്ക് ഇറങ്ങാം. അപ്പൊ നമ്മളെ ഫാഷന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഗെയിം കളിക്കാറുള്ള ലുലുവിന്റെ ഒരു ഹൈലൈറ്റ് ആണുള്ളത്. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്ഥലം നോക്കി നിങ്ങൾ. ഈ ഒരു ഏരിയ മുഴുവനായിട്ട് അവര് കുട്ടികൾക്ക് ഗെയിമിങ്ങിനും മറ്റ് സെറ്റപ്പിൽക്കൊക്കെ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ആംബിയൻസ്, ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടതാ. ഈ കാണുന്നതൊക്കെ അല്ലേ, നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് വരും എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇതാണ് കുട്ടികൾക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. തൊട്ടപ്പുറത്ത് തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഒരു ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഫുള്ള് ഫുഡ് കോർട്ടിന്റെ കുറെ കൗണ്ടേഴ്സ് ഉണ്ട്. ചിക്കിങ്, അങ്ങനെ കുറെ ബ്രാൻഡുകൾ, മോമോമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ബ്രാൻഡുകൾ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളെ ലുലു, പാലക്കാടിന്റെ സ്വന്തം ലുലു. അപ്പൊ നമ്മളിനി എറണാകുളത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ പാലക്കാടേക്ക് വന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.